സിപിഎമ്മിന് ബിജെപിയുടെ അടുത്ത് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെ കേന്ദ്ര അങ്ങ് പറയുന്നത് ശരിയാണെങ്കിൽ അതിനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ആശ്രയിക്കേണ്ട കാര്യമുണ്ട്. കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തമ്മിലല്ലേ സംസാരിക്കുക. അത് നിങ്ങൾക്ക് പിണറായി വിജയനെ ശരിക്കും അറിയില്ലാത്ത, നിങ്ങൾ നല്ല അടുപ്പമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അദ്ദേഹം ലോക്നാഥ് ബെഹ്റ എത്ര അടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലം കൊടുത്തു. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ലോക്നാഥ് ബെഹ്റ. കാരണം ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന് സെൻട്രലിൽ നല്ല പിടിപാടുണ്ട്. ഈ പാർട്ടിക്കാരെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ അയക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ കോക്കസിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ അയക്കുന്നതിൽ അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. ഞാനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യില്ല. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നു. നിങ്ങൾക്ക് വരട്ടെ, കാണാനിരിക്കുന്ന എല്ലാ പൂരമല്ല പറയണേ, പൂരത്തിനെ കുറിച്ചല്ല, കാണാനിരിക്കുന്ന പൂരം നേരത്തെ പറയണെന്തിനാ കാണാം. അതിന്റെ അപ്പുറത്തേക്കുണ്ട്, കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് അതിനപ്പുറമുള്ളൊരു ബന്ധമുണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറയാനുള്ളതാണ് ഞാൻ ആദ്യം പറയില്ലേ. വരട്ടെ, ഇത് എന്നോട് പണ്ട് ഞാൻ ഈ കോക്കസ് ഉണ്ടെന്ന് പണ്ട് പറഞ്ഞു. എടാ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് ഉണ്ട്. ഈ കോക്കസ് ആണ് പോലീസ് സേനയെ നിയന്ത്രിക്കുന്നതും പല കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു പേരായിരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് വരും. വന്നില്ലേ, രണ്ടുപേരുടെ പേര് വന്നു. ഇപ്പൊ PRD ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. PRD ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം കൂടിയുണ്ട്. PRD ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ അഡ്വർടൈസ്മെന്റും മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം. അപ്പൊ ഒരു മൂന്നാമത്തെ ഒരാൾ വരും അവിടെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മന്ത്രിസഭയിൽ തന്നെ ഒരു ഉന്നതനുണ്ട് ഈ കോക്കസിൽപ്പെട്ട നാലാമത്തെ ആളുണ്ട്. അപ്പൊ കോക്കസിൽ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതങ്ങനെ അത് പതിയെ വന്നാൽ മതി, എല്ലാം കൂടി ഒരുമിച്ച് വരണ്ട. അപ്പൊ ഇത് അല്ല, ഞാൻ പറയണത് ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചപ്പോ RSS പ്രതികരിച്ചില്ല, ആദ്യം CPM പ്രതികരിച്ചില്ല, ഗവൺമെന്റ് പ്രതികരിച്ചില്ല. പിണറായി വിജയൻ അപകടത്തിലാണെന്ന് കണ്ട് ആദ്യം അദ്ദേഹത്തോട് ആത്മാർത്ഥത കാണിച്ച ഒറ്റ ആളേ ഉള്ളൂ, BJP സംസ്ഥാന പ്രസിഡന്റ്. കാരണം എന്താ, അദ്ദേഹത്തിന് നന്ദിയുള്ള ആളാണ്. നന്ദി വേണം, നന്ദിയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്ത് കൊടുത്താണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് നന്ദി വേണം. അദ്ദേഹം വന്നാണ് ആദ്യം എന്നെ എതിർത്തത്. നന്ദി വേണം. അത് പിണറായി വിജയനെ ഇതിൽ കൂടുതൽ ഇൻസൾട്ട് ചെയ്യാനില്ല. എന്താണെന്നറിയോ, പിണറായി വിജയനെ പോലുള്ള സർവ്വപ്രതാപിയായ ഇരട്ടച്ചങ്കനായ ഒരു മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ RSS നേതാവിനെ കാണാൻ ഞാൻ വിട്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേട് മുഖ്യമന്ത്രിക്കുണ്ട. അത് അൻവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻസൾട്ട് ചെയ്യുവാണ് പിണറായി വിജയനെ. മനസ്സിലായില്ലേ? എന്നാ ആലോചിച്ച് നോക്കിയേ. ഇനി ഞാൻ ശശിയെ വിട്ടെന്ന് പറയോ? 2 ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ പ്രതിപക്ഷ നേതാവിന്റെ ദൂതനായി മറ്റേ ആളെ കണ്ടു, മറിച്ചാളെ കണ്ടെന്ന് പറയോ? എന്താ കേൾക്കണ? ഏത് RSS നേതാവിന്റെ? അതാരാണത്? പറഞ്ഞ പേര് പറഞ്ഞോ. നമ്മൾ ഒരുപാട് പേരുടെ വീട്ടിൽ പോകാറില്ലേ, വല്ലവരുടെ കല്യാണത്തിനോ പരിചയത്തിനോ പോവും. ഇന്നാള് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു BJP നേതാവിന്റെ മകളുടെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല, വിളിച്ചിട്ട്. എനിക്ക് ഭയങ്കര വിഷമമായി. പരിചയമുള്ള ആളാണ്, ചെറുപ്പത്തിൽ തൊട്ട് കാണുന്ന ആളാണ്. അതൊക്കെ പോവില്ല ആളുകൾ. ഇലക്ഷൻ കാലത്ത് എനിക്ക് എന്തിനാ RSS അത് ശൈല ടീച്ചറുടെ പടമുണ്ട്. അതേപോലെ തന്നെ ശൈല ടീച്ചറുടെ പടമുണ്ട്. ഒരു പരിപാടിക്ക് ഒരു സെമിനാറിന് വിളിച്ചാണ്. ആ സെമിനാറിൽ 2003 ഒരു സെമിനാറിൽ പോയപ്പോൾ അവിടെ ലക്ഷ്മി ദേവിയുടെ പടം ഉണ്ടായിരുന്നു. എന്താ കുഴപ്പം?